ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു ഫെസ്റ്റീവ് ആൻഡ് ഹാപ്പി മൂഡിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഇൻട്രോ. കാരണം നമ്മൾ ഇന്നിവിടെ ഓണം ആഘോഷിക്കാൻ പോവാണ്. നമ്മൾ മാത്രമല്ല, വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. ആക്ച്വലി കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവരുടെ വർക്കും സ്കെഡ്യൂളൊക്കെ കാരണം നമുക്ക് പലർക്കും വരാൻ പറ്റിയിട്ടില്ല. ബട്ട് ഒരു ഫാമിലിയും കൂടി നമുക്ക് ഈവനിങ് ജോയിൻ ചെയ്യും. ബാക്കി നമ്മൾ 2 ഫാമിലീസാണ് നമുക്ക് ഒരുമിച്ചുള്ളത്. ആൻഡ് ദ തിങ് ഈസ്, ഇപ്രാവശ്യം നമുക്കൊരു പിള്ളേർ ഓണമാണ്. കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ മറ്റ് ലൈക്ക് ഫ്രണ്ട്സിനും ബേബീസും ഉണ്ട്. അപ്പോൾ അവരെ സർക്കിൾ ചെയ്തിട്ടുള്ളൊരു ഓണമാണ്. സോ അതെങ്ങനെയാവും നമുക്ക് നോക്കാം. സോ കം ഓൺ. നമ്മുടെ വീട്ടിൽ വെച്ചല്ല കേട്ടോ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അവരുടെ ആ ഒരു കുഞ്ഞ് ബാക്ക് യാർഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അവിടെ കുറേ മുന്തിരിയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഓണാഘോഷത്തിന് കാണുന്നതിന് മുന്നേ തലേദിവസത്തെ ഉത്രാടപ്പാച്ചിലൊന്ന് കാണാവേ. ആദ്യം നമ്മുടെ പ്ലാൻ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങാനായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോട്ടിലേക്കാണ് പ്ലാൻ. കുറച്ച് ഫുഡ് ഞാൻ ഉണ്ടാക്കാം, കുറച്ച് ഫുഡ് നമ്മുടെ മറ്റേ ഫ്രണ്ട്സ് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഗ്രോസറി നമ്മൾ മലയാളി ഗ്രോസറി സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അബ്ബാക്ക് ഒരു ഷർട്ട് എടുക്കണം, കുറച്ച് വെജിറ്റബിൾസ് വാങ്ങണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇക്കാക്ക് ഷർട്ട് എടുക്കാനേ നമ്മളിവിടെ അടുത്തുള്ള മോളിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമുക്ക് ബാരിയിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇക്കയുടെ ഫേവറേറ്റ് ക്ലോത്ത് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ RW&Co. നല്ല ഫിറ്റിംഗ് ആണ് ഇവിടുത്തെ ക്ലോത്ത്സ് ഒക്കെ. ഞങ്ങൾ 2 പേര് എന്നിട്ടിരിക്കുന്ന ക്ലോത്ത്സ് അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇക്കാനെക്കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഒരുപാട് സമയം വേണം ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട്. ഞാൻ പെട്ടെന്ന് എടുക്കും. എനിക്കധികം നേരം ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ബട്ട് അബ്ബ കുറേ നോക്കിയാണ് ഒരു ഷർട്ടൊക്കെ എടുക്കുന്നത്. അത് നൈസ് കേട്ടോ. പക്ഷെ അത് എക്സല്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എക്സല്ല. അത് എക്സല്ല. അത് തനിക്കിങ്ങനെ വിധിച്ചു വെച്ചിട്ടുണ്ട് ചിലതൊക്കെ. അതൊക്കെ അങ്ങനെയുള്ളതേ ഉള്ളു. അപ്പോൾ ഇക്ക പോയി ട്രൈ ചെയ്തിട്ട് വരട്ടെ. ഈ ഷർട്ട് കഴിഞ്ഞ ദിവസം വന്ന് നോക്കി വെച്ചിട്ട് പോയതാണ്. അതാണ് ഇത്രയും പെട്ടെന്ന് എടുത്തത്. സാക്കിയുടെ കയ്യിൽ ഒരു ബോട്ടിലൊക്കെ കൊടുത്തിരുത്തിയേക്കുവാണേ. അങ്ങനെ ആകുമ്പോൾ അതും കളിച്ചോണ്ട് വലിയ അലമ്പില്ലാണ്ട് ആളിരുന്നോളൂ. നൈസ് കളർ. സാക്കി ഇഷ്ടപ്പെട്ടോടാ? സാക്കിനൊക്കെ ഇഷ്ടപ്പെട്ടോടാ? ഷർട്ട് ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. സമ്മർ തീരാറായി, അല്ലെങ്കിൽ ഷോർട്സിൻ്റെ കൂടെയൊക്കെ നന്നായി ചേർന്നേനെ. നല്ല കംഫർട്ടബിൾ ആണ് ഇടാനെന്നാണ് കേട്ടോ ഇക്ക പറഞ്ഞത്. അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അബ്ബാടെ കുറച്ച് പ്രഹസനം കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം കേട്ടോ. ഇക്ക അപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് ബില്ല് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ വെജിറ്റബിൾസ് വാങ്ങാൻ പോകാനാണ് കേട്ടോ. സാക്കി പതുക്കെ അലമ്പ് തുടങ്ങിയപ്പോഴേ ഞാൻ പതുക്കെ കയ്യിലെടുത്ത് പിടിച്ചു കേട്ടോ. അപ്പം കരഞ്ഞ ചെറുക്കനാണ്. ഇപ്പം കരച്ചിലൊക്കെ എവിടെ പോയി എന്നറിഞ്ഞൂടാ. കയ്യിലെടുത്ത് പിടിച്ചപ്പോൾ അവൻ്റെ എല്ലാ വഴക്കും മാറി. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുള്ള തൊട്ട് പിറ്റേ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ മുഖത്തുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ പുറകിലുള്ള ഓട്ടോ ആയതുകൊണ്ട് നല്ല ടയർഡാണ് ഞങ്ങൾ 2 പേരും. സാക്കിനെ കാണാനേ ഇക്കടെ മമ്മ വിളിച്ചേ. വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ ഞെട്ടി ധരിച്ചിരിക്കുവാണ് കേട്ടോ. നമുക്ക് അവധിയുള്ള ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിലോട്ട് വിളിക്കാനായിട്ട് ഇപ്പോൾ ഓപ്ഷനുള്ളൂ. കാരണം ഞങ്ങൾ 2 പേരും രാവിലെ ഇറങ്ങും, പിന്നെ രാത്രി ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അങ്ങനെ ഒരു സമയം കിട്ടാറില്ല. അപ്പം അവധിയുള്ള ദിവസം നമ്മൾ മാക്സിമം വീട്ടിൽ വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് വാങ്ങാനേ ഇന്നൊരു ഏഷ്യൻ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും അവിടെ കിട്ടും. ചക്ക, ഇടിച്ചക്ക, പടവലങ്ങ, മുരിങ്ങിക്ക, കോവയ്ക്ക, അങ്ങനെ എല്ലാം. അതേപോലെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും കിട്ടും. നമുക്കറിയാത്ത ഒരുപാട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും ഇവിടെയുണ്ട്. അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണാവേ. ഇന്ന് വലിയ പർച്ചേസ് ഒന്നുമില്ല. അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ വീട്ടിലുണ്ട്. പിന്നെ സ്ഥിരം വാങ്ങാത്ത വെജിറ്റബിൾസ് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. റെഗുലറായിട്ട് നമുക്ക് വേണ്ട സവോള, അതേപോലെ ക്യാരറ്റ്, പൊട്ടറ്റോ, ഗാർലിക്, ജിഞ്ചർ, അതൊക്കെ നമ്മൾ സാധാ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് വാങ്ങുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കൊതി തോന്നുമ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെ മുരിങ്ങിക്ക, കോവയ്ക്ക, അങ്ങനത്തെയൊക്കെ വെജിറ്റബിൾസ് വാങ്ങാറുള്ളൂ. നമ്മൾ ഇന്ന് ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചത്. കുറച്ച് ചീരയും മുരിങ്ങയിലയൊക്കെ എക്സ്ട്രാ എടുത്തു കേട്ടോ. അത് ഇവിടെ മാത്രമേ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളൂ, ചീര, മുരിങ്ങയില, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും സെൻറ്റർ വരെ വന്നതല്ലേ, അപ്പോൾ അങ്ങനത്തെ സാധനം കൂടി എടുത്തേക്കാന്ന് ഓർത്തു. പിന്നെ സാക്കിയുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ക്ലെമൻറ്റൈൻസ്. നമ്മുടെ ഓറഞ്ച് അല്ലേ നാട്ടിൽ, അതിനിവിടെ ക്ലെമൻറ്റൈൻസ് എന്നാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. സാക്കിക്ക് അതിൻ്റെ എല്ലാ വെറൈറ്റീസും ഇഷ്ടമാണ്. അത് ബില്ല് ചെയ്ത് ഇറങ്ങിയപ്പോഴേ ചായ ഞാൻ പരിപ്പോടെ കഴിക്കാൻ ജസ്റ്റിനെ വിളിച്ചു കേട്ടോ. അവരെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴേ ദേ വരുന്നു എന്ന ലൈനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അതും പരിപ്പോടെയും ചായയും. വൈ നോട്ട്, ജസ്റ്റ് നല്ല അടിപൊളി കുക്കാണേ.
ദേ ഇരിക്കും നല്ല സുന്ദരി പരിപ്പുവട. സുന്ദരി ഒരു സുന്ദരൻ വാട്ടവർ. നല്ല അടിപൊളി പരിപ്പുവടയും ചായയായിരുന്നു കേട്ടോ. ഞങ്ങളെക്കാട്ടിലും കൊതിയുണ്ട് വേറൊരുത്തന്, സാക്കിക്ക്. സാക്കിക്ക് ഇപ്പം നമ്മുടെ ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവന് കുറച്ചൊക്കെ എരിവ് ഉപ്പ് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പരിപ്പുവട നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അവരോട് ബൈ പറഞ്ഞേ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോയി കുക്ക് ചെയ്യാം കേട്ടോ. കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, പെട്ടെന്നുള്ള കുക്കിംഗ് ആണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് സാമ്പാർ, അവിയൽ, മധുര പച്ചടി, നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇല്ലേ അത്, പിന്നെ ബീട്രൂട്ട് പച്ചടി, ഓലൻ, പിന്നെ ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ടയേർഡായതുകൊണ്ട് ഞാൻ അത് അവിടെ കൊണ്ട് നിർത്തി. ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല. എനിക്കെല്ലാം പച്ചടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ പച്ചടി എന്നും പിന്നെ അതേപോലെ ബീട്രൂട്ട് പച്ചടി എന്നും പറയുന്നത്. ഇതിലേതെങ്കിലും കിച്ചടിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ ജസ്നയുടെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന ഒരു സാധനമാണ് സാമ്പാർ. അങ്ങനെ ഞങ്ങൾ അജു ആൻഡ് ഐഷുവിൻ്റെ വീട്ടിലെത്തിയേ. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഓണാഘോഷം. ഇവിടെ അജുവിൻ്റെ മമ്മയുണ്ട് കേട്ടോ, സോളിയമ്മ. അപ്പോൾ സോളിയമ്മയാണ് എനിക്കും ഐഷുവിനും ഇന്ന് സാരി ഉടുപ്പിച്ച് തന്നത്. സാരി ഉടുക്കുന്നതും അത് ക്യാരി ചെയ്യുന്നതും ഒക്കെ നല്ല പാടാണേലും എനിക്ക് സാരി ഉടുക്കാൻ നല്ല ഇഷ്ടമാണേ. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. പാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ, ഇങ്ങനെ മുണ്ടെടുക്കാനാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലേ? താഴത്ത് വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പരിക്കും. ഞാൻ തോറ്റുവേ, ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിട്ടു. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ അങ്ങനെയല്ലേ നീ എന്നെ നോക്കിയത്? താഴത്ത് വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ. ഈ കുഞ്ഞ് ഡയപ്പർ ചെക്കനെ മുണ്ടുപിടിപ്പിക്കുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. അവന് ലാസ്റ്റ് ദേഷ്യം വരാൻ തുടങ്ങി. അവന് മാത്രമല്ല അബ്ബാക്കും ദേഷ്യം വരുന്നുണ്ട്. സോളിയമ്മ ഒരു മുട്ടയൊക്കെ കൈക്കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വെച്ച് കുറച്ചു നേരമൊക്കെ അനങ്ങാണ്ടിരുന്നു. പിന്നെയും അവൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അല്ലെങ്കിലും മുണ്ടും സാരിയൊക്കെ നമുക്ക് വലിയവർക്കേ ചില സമയത്ത് പറ്റില്ല. പിന്നെ പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. പ്രത്യേകിച്ച് സാക്കിയുടെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴേ, ബർത്ത്ഡേ നമ്മൾ ഔട്ട്ഡോർ വെച്ചതുകൊണ്ട് കുറച്ച് നല്ല ചൂടുണ്ടായിരുന്നേ അന്ന്. പിന്നെ അവൻ ആ ഫുള്ള് ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചൂടൂരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനും ഉണ്ട് അവന്. ഈ ചെക്കനിപ്പോൾ ഒട്ടും ചൂട് പറ്റുന്നില്ല. എങ്ങാനും ചൂടടിച്ചാൽ ഒന്നെങ്കിൽ ഭയങ്കര ടയേർഡാവും, അല്ലെങ്കിൽ ചൂടൂര് പോലെയൊക്കെ വരും. ഇവനെ നാട്ടിൽ കൊണ്ടുവന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴേ ടെൻഷനാണ്. നാട്ടിലെ ചൂടടിക്കുമ്പോൾ ഇവനിനി എങ്ങനെയാവും എന്നുള്ളത്. പിന്നെ പിള്ളേരല്ലേ, എല്ലാം ശീലിച്ചോളും. എല്ലാം ശീലിക്കണമല്ലോ. മുണ്ടും കുർത്തയൊക്കെ ഇട്ടിട്ട് കാണാനേ നല്ല രസമുണ്ട് കേട്ടോ. പിള്ളേർ എന്തിട്ടാലും ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അതുപോലെ എനിക്ക് എപ്പോഴും തോന്നും എല്ലാ മക്കളെ കാണാനും ഒരു പ്രത്യേക അഴകുണ്ടെന്ന്, പ്രത്യേകിച്ച് ഇവർ ചിരിക്കുന്ന കാണുമ്പോൾ. അതുകൊണ്ടാണല്ലേ ഇവരെന്ത് കുസൃതി കാണിച്ചാലും ഇവരുടെ ക്യൂട്ട്നെസ് കാരണം നമ്മളെല്ലാം മറന്നു പോകുന്നത്. ഞാൻ മുന്നേ വർക്ക് ചെയ്ത പ്ലേസിലെ എൻ്റെ ബോസ് ഉണ്ട് കേട്ടോ, കാമൻ എപ്പോഴും പറയും ഡേയ്സ് വിൽ ഗോ സ്ലോവർ ബട്ട് ഇയേഴ്സ് വിൽ ഗോ ഫാസ്റ്റർ എന്ന്. അതെ, പിള്ളേർ ജനിച്ചു കഴിയുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലേ. ദിവസങ്ങൾ പോകാനായിട്ട് പതുക്കെ പതുക്കെയായിരിക്കും പോകുന്നത്, പക്ഷെ വർഷങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പോകും. ഇപ്പം തന്നെ കണ്ടില്ലേ, സാക്കിക്ക് 1 വയസ്സായി. കഴിഞ്ഞ ഓണത്തിന് സാക്കി ജനിച്ചിട്ട് 10 ദിവസം പോലും ആയില്ല എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ സദ്യ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തായിരുന്നു ഒരു ചെറിയ മുണ്ടെങ്കിലും അവനെ ഒന്ന് ഉടുപ്പിക്കാമെന്ന്. പിന്നെ ആ ഒരു പ്രസവവും കാര്യമൊക്കെ കാരണം നമ്മൾ അത്രയൊന്നും അന്ന് ആലോചിക്കില്ലല്ലോ. വേണ്ട, നമ്മുടെ സുന്ദര കുട്ടപ്പൻ വരുന്നു, ഇഹാനാണ് കേട്ടോ പേര്. അജുവിൻ്റെയും ഐഷുവിൻ്റെയും ബേബിയാണ്. കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗിൽ എനിക്ക് ഇവനെ ശരിക്കും കാണിക്കാൻ പറ്റാത്തൊരു സങ്കടമായിരുന്നു കേട്ടോ. കാരണം ഞാൻ വീഡിയോസ് എടുത്ത് നോക്കുമ്പം അവനെ എൻ്റെ അടുത്ത് ഒരുപാട് കാണാനായിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇഹാപ്പിയും സാക്കിയുമാണ്. ഇക്നുവിൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേക ഒരു ബോണ്ടുണ്ട്. ഐഷുവിൻ്റെ പ്രഗ്നൻസിയിലെ ഫസ്റ്റ് സ്കാനിന് ഞാനാണ് കൂടെ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് അൾട്രാസൗണ്ട് റൂമിൽ കയറുന്നത്. ഇഹാപ്പിയുടെ ഹാർട്ട് ബീറ്റ് എന്ന് കേട്ടപ്പോഴാണ് ഞാൻ നിന്ന് കരയുമായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോഴും അത് വല്ലാത്തൊരു ഫീലാണ്. ഇഹാനെ എപ്പോൾ കണ്ടാലും എനിക്കത് ഓർമ്മ വരും. സാക്കിനെ മുണ്ടെടുപ്പിക്കൽ തത്രപ്പാട് കഴിഞ്ഞപ്പോഴേ പിന്നെ ഇഹാപ്പിനെ ആയേ. ഇഹാപ്പിയും സാക്കിയും തമ്മിൽ ഏകദേശം 4.5 മാസത്തിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. ഇഹാപ്പിയുടെ ബർത്ത്ഡേ ഏപ്രിൽ 17-നായിരുന്നു, സാക്കിയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 29. അപ്പോൾ ഏകദേശം 4.5 മാസമാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ സാക്കി ഇന്ന് മാച്ചിങ് ആണ്. എൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സാക്കിക്ക് കുർത്ത തയ്ച്ചേക്കുന്നത്. സാക്കിയുടെ കുർത്തയും എൻ്റെ ബ്ലൗസും രണ്ടും തയ്ച്ചത് ഇക്കാടെ ഒരു ഫ്രണ്ടാണ്, ഷാറ്റ്ന. ആൾ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചു. സാക്കിയുടെ മെഷർമെൻറ്റ് പോലും ഇല്ലാന്നാണ് തയ്ച്ചത്. അതവളൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ സാക്കിയുടെ കുർത്ത. പിന്നെ എൻ്റെ ബ്ലൗസും ഇന്നലെ ഞാൻ ഇട്ട ബർത്ത്ഡേയുടെ ഔട്ട്ഫിറ്റും എല്ലാം അവളാണ് കേട്ടോ ചെയ്തത്. ഓൺലൈൻ മെഷർമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല പക്ക തയ്യലായിരുന്നു. അങ്ങനെ ഇക്കിന് മോന് റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. ഇക്കിന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു കുഞ്ഞു ലാലേട്ടനെ പോലെ തോന്നി കേട്ടോ.
അജു ഇക്കിനുവിനെ സൺഗ്ലാസ് വെപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനെ ഇങ്ങനെയാണ് സൺഗ്ലാസ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. പക്ഷെ നമ്മുടെ പിള്ളേരല്ലേ വെച്ച ഉടനെ എടുത്ത് അങ്ങോട്ട് എറിയും. സൺഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്നേ ഒരു ഫോട്ടോ എങ്ങനെ കിട്ടാനായിട്ട് എല്ലാവരും ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. സാക്കിനെയും കുറേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. നിറയെ മുന്തിരി ഉണ്ടായി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ബാക്ക് യാർഡിൽ പച്ച മുന്തിരി ആണെന്നുണ്ടെങ്കിലും ആക്ച്വലി മധുരം ഉണ്ടായിരുന്നു. പക്ഷെ തൊലിയുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ചെറിയൊരു കമർപ്പുണ്ട്. അല്ലാത്ത പക്ഷെ നല്ല മധുരമുള്ള മുന്തിരി ആയിരുന്നു കേട്ടോ. അത് പറിക്കാറായി എന്നാണ് തോന്നുന്നത്. സാക്കി സൺഗ്ലാസ് ഊരി കളയാണ്ടിരിക്കാനേ 2 കയ്യിലും കൂടെ ഡബ്ബ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫോട്ടോസ് കിട്ടാനായിട്ട്. ഒരുപാട് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾ എത്തിയപ്പോഴേ ലേറ്റായി. പിന്നെ സാരിയൊക്കെ ഉടുത്തി റെഡിയാക്കി ഇറങ്ങിയപ്പോൾ പിന്നെയും ലേറ്റായി. അപ്പോഴേക്കും എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ടയേർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് സദ്യ കഴിച്ചിട്ട് ബാക്കി ഫോട്ടോ എടുക്കാന്നുള്ള സെറ്റപ്പിലായി. ഐഷുവും മമ്മിയും കൂടെ പരിപ്പ് പായസം, സേമിയ പായസം, ബീൻസ് തോരൻ, എരിശ്ശേരി, പപ്പടം, പഴം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. സദ്യ വിളമ്പാനൊന്നും കറക്റ്റായിട്ടുള്ള വശം നമുക്കറിയില്ല. അറിയാവുന്ന രീതിയിലെങ്കിൽ നമ്മൾ സദ്യ വിളമ്പുവാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സദ്യയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ 3 വർഷങ്ങളിൽ കഴിച്ച സദ്യനേക്കാളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വയറ് നിറഞ്ഞ് കറികളൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മളത് ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് അടിപൊളിയായിരുന്നു സദ്യ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളൻ വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. ഈ വിളമ്പുന്ന സമയത്തെ മനുഷ്യൻ്റെ കൺട്രോൾ പോകുമായിരുന്നു കേട്ടോ. അബ്ബ ഇങ്ങനെ പതുക്കെ പതുക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, നല്ല അടിപൊളി സദ്യയായിരുന്നു. സദ്യയുടെ ഹാങ് ഓവർ കഴിഞ്ഞപ്പോഴേ പിന്നെ ഒന്നിനും പറ്റാണ്ടായി കേട്ടോ. കുറച്ച് ഗെയിമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നിനും വയ്യാണ്ട് ഞങ്ങൾ എല്ലാവരും സെറ്റിയിൽ അങ്ങനെ ഇരിക്കുമായിരുന്നേ. സാക്കിയുടെ ഇഹാൻ്റെ വിചാരവേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബേബീസ് ആണെന്നാണ്. ഇഹാൻ്റെ വിചാരം സാക്കി കുഞ്ഞു ബേബിയാണെന്നും സാക്കിയുടെ വിചാരം ഇഹാൻ ബേബിയാണെന്നും. അതുകൊണ്ട് എപ്പോൾ കാണുമ്പോഴും ഭയങ്കര സ്നേഹപ്രകടനമാണ് രണ്ടുപേരും കൂടെ. പിള്ളേരും ടയർഡായിട്ടോ. അവർ ഉടുപ്പൊക്കെ മാറി കുറച്ച് കാറ്റ് കൊള്ളുവാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് AC-യുടെ വെൻ്റ് ഉണ്ട്. അതാണ് എല്ലാവരും ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് ബാക്ക് യാർഡിലോട്ട് ഇറങ്ങി. നമുക്ക് ചെറിയ പരിപാടിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഹാപ്പിയുടെ ചെയിൻ കാണാണ്ട് പോയി. അപ്പോൾ ഞാനും അജു അത് തപ്പി ഇറങ്ങുവാണ് കേട്ടോ. അപ്പം ആർക്കാണ് കിട്ടുന്നതെന്ന് നോക്കി ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഫോട്ടോയിലൊക്കെ എടുത്ത് നോക്കിയായിരുന്നു ഏത് ഫോട്ടോ വരെ അവൻ്റെ ചെയിൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ആ ഒരു സ്ഥലത്ത് നിന്നെടുത്ത ഫോട്ടോയിൽ ചെയിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എവിടെയാണ് പോയെന്നുള്ളൊരു ഏകദേശം ഐഡിയ ഉള്ളതെന്നാണ് കേട്ടോ ഞങ്ങൾ അവിടെ തന്നെ ഓടിപ്പോയി നോക്കിയത്. നമ്മുടെ ഫോട്ടോ സെഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ ജനിച്ച് പിന്നെ നമ്മുടെ ഫോട്ടോയുടെ മെയിൻ മെറ്റീരിയൽ ഈ പിള്ളേരാണ് കേട്ടോ. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കലാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി. പാടിക്കോ വിഷു ശരിക്കും മോന്തല എക്സ്ട്രാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കളിച്ച ഡാൻസാണ് കേട്ടോ. ഞങ്ങൾക്ക് എവിടെയും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പഠിച്ചു വന്നപ്പോഴേക്കും ലൈറ്റൊക്കെ പോയായിരുന്നു. അതുകൊണ്ട് വെട്ടം ഇല്ലാത്തതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് ഒന്നും ചെയ്തില്ല. വൈകുന്നേരം നമുക്കൊരു ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും സദ്യ ഉണ്ട്. അതിൻ്റെ കൂടെ ഐഷു സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈയും പിന്നെ പൊറോട്ടയൊക്കെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈകിട്ടത്തെ ഡിന്നർ നമുക്ക് അങ്ങനെ ആക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അങ്ങ് രസം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞങ്ങളതെങ്ങും പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ഇനി എപ്പോഴേലും ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്തത് എവിടെയെങ്കിലുമൊക്കെ ഇടാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓണം വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.